പലരുടെയും ഒരു തെറ്റായ ധാരണയാണ് അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി ദളിതരുടെ മാത്രം സ്വത്താണെന്നും. ഒരിക്കലും മഹാത്മാ അയ്യങ്കാളി ദളിതൻ്റെ മാത്രം സ്വത്തല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സമരം കൂടിയാണ്. മഹാത്മാ അയ്യങ്കാളി പഠിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിക്കുവാൻ വേണ്ടി സമരം ചെയ്തപ്പോൾ ഇന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, അത് എ മുതൽ ഇസഡ് വരെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പഠിപ്പ് മുടക്കാൻ വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യം സമരം ചെയ്ത ആ മഹാനായ മനുഷ്യൻ്റെ പേരിൽ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് വേണ്ടത്. ഒരു MLA പോലും കേരളത്തിൻ്റെ നിയമസഭാ മന്ദിരത്തിൽ അയ്യങ്കാളിക്ക്, മഹാത്മാ അയ്യങ്കാളിക്ക് ഒരു യൂണിവേഴ്സിറ്റി വേണമെന്ന് ആവശ്യം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. നമ്മളൊരു ചെറിയ ഒരു സമരവുമായി പോവുകയാണ്. ഇനിയുള്ള എല്ലാ ആളുകളും, യുവജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഈ സമരം ഏറ്റെടുക്കുമെന്ന ഒരു അർപ്പണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് കഴിയാത്തത് എല്ലാവർക്കും കഴിയണം. എനിക്ക് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്നെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയാഞ്ഞത്. ഞാൻ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സ്വർണ്ണക്കച്ചവടം ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ കച്ചവടങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന് ഭ്രാന്തുണ്ടാകുന്നത് വിശക്കുമ്പോഴാണെന്ന്. ഈ വീടുകളിൽ പിരിവിന് വരുന്നവർ, എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ മുന്നിലേക്ക് പിരിവിന് വരുന്ന, നിങ്ങൾക്കറിയാത്ത ഒരാൾ പിരിവിന് വരികയാണെങ്കിൽ നിങ്ങൾ കൊടുക്കരുത്. രസീതും കൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് പിരിവിന് വരുന്നവർ 50-50 ആണ്. ഈ വാർത്തകൾ, നമ്മൾ നെഗറ്റീവുള്ള വാർത്ത, ഒരു പത്രം എടുത്താൽ ബലാത്സംഗം ഉണ്ടോ എന്ന് ആദ്യം നോക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇതുപോലെ നെഗറ്റീവുള്ള വാർത്തയാണ് കാണാൻ ആളുകൾ താല്പര്യപ്പെടുന്നത്. നമസ്കാരം. മഹാത്മാ അയ്യങ്കാളി യൂണിവേഴ്സിറ്റി കേരളത്തിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു മുസ്ലിം സഹോദരൻ, നിർധനരായ ക്യാൻസർ രോഗികൾക്ക് തികച്ചും സൗജന്യമായി പച്ചക്കറി കിറ്റുകൾ നൽകുന്ന ഇദ്ദേഹത്തിൻ്റെ കട ഒരിക്കലും താഴിട്ട് പൂട്ടാറില്ല. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. ആൾ കച്ചവടത്തിൻ്റെ തിരക്കിലാണ്. നമസ്കാരം. നമസ്കാരമുണ്ട്. കച്ചവടത്തിൻ്റെ തിരക്കിലാണെന്നറിയാം. നമുക്കൊന്ന് വർത്തമാനം പറഞ്ഞാലോ? കുഴപ്പമില്ല. ഡോക്ടർ ഷിഹാബുദ്ദീൻ മദിരുമ. നമ്മൾ ഡോക്ടർ എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സെറ്റപ്പിലൊക്കെ ഉള്ള ഒരാളാണ് എന്ന് കരുതിയാണ് ഇവിടെ വന്നപ്പോൾ കൊണ്ട് പച്ചക്കറി കടയിൽ ജോലിക്കാരനായിട്ട് നിൽക്കുകയാണ്. സ്വന്തം കട തന്നെ അല്ലേ? സ്വന്തം കട തന്നെയാണ്. എത്ര നാളായി ഈ കട ഇവിടെ തുടങ്ങിയിട്ട്? ഇതിപ്പം നമുക്ക് ഒരു 6 വർഷമായിട്ട് മുട്ടക്കട ഉണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ പച്ചക്കറി കൂടി ആഡ് ചെയ്തിട്ട് ഇപ്പോൾ തുടങ്ങിയതാണ്. പച്ചക്കറി കട സ്റ്റാർട്ട് ചെയ്തിട്ട് 9 മാസമേ ആകുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമായ താങ്കൾ അയ്യങ്കാളി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടൊരു പ്രക്ഷോഭത്തിനിറങ്ങി? അത് പലരുടെയും ഒരു തെറ്റായ ധാരണയാണ് അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി ദളിതരുടെ മാത്രം സ്വത്താണെന്നും. ഒരിക്കലും മഹാത്മാ അയ്യങ്കാളി ദളിതൻ്റെ മാത്രം സ്വത്തല്ല. അയ്യങ്കാളിയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ കൂടിയായ അദ്ദേഹം സമരങ്ങൾ നടത്തിയത്, ആദ്യത്തെ സമരം തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്. പഞ്ചമികയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ സമരം കേരളത്തിൽ നടക്കുന്നത്. അതൊരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സമരം കൂടിയാണ്. മഹാത്മാ അയ്യങ്കാളി പഠിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിക്കുവാൻ വേണ്ടി സമരം ചെയ്തപ്പോൾ ഇന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, അത് എ മുതൽ ഇസഡ് വരെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പഠിപ്പ് മുടക്കാൻ വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. അതാണ് അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളിയും ഇന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം. അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അധസ്ഥിത വിഭാഗത്തിൽ ഈ നാട്ടിൽ ആരൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ അവർക്കെല്ലാം വേണ്ടിയുള്ള സമരമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കല്ലുമാല സമരം മാത്രമാണ് ഒരുപക്ഷെ ദളിതർക്ക് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള വില്ലുവണ്ടി സമരമായാലും പഞ്ചമിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നാലും അതൊക്കെ എല്ലാ അധസ്ഥിത വിഭാഗത്തിനും വേണ്ടി നടത്തിയ ഒരു സമരമാണ്. അപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒരു വലിയ സമര പോരാളിയായിരുന്നു. 1.5 വർഷത്തിലധികം പാടത്ത് പണിയെടുക്കാൻ ഇറങ്ങാതെ നടന്ന ഒരു വലിയ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാ അയ്യങ്കാളിയുടെ പേരിൽ എന്തുകൊണ്ടും 2 അംഗൻവാടിയോ അല്ലെങ്കിൽ ഒരു കായിക സ്കൂളോ അല്ലെങ്കിൽ ഒരു UP സ്കൂളോ അല്ല വേണ്ടത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യം സമരം ചെയ്ത ആ മഹാനായ മനുഷ്യൻ്റെ പേരിൽ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് വേണ്ടത്. ഞാൻ കേരള നിയമസഭയുടെ ചില രേഖകളൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കേരളത്തിൽ ഇതുവരെ ഓരോ തെരഞ്ഞെടുപ്പിലും 14 SC ST MLA മാർ കേരളത്തിലുണ്ടാകും.
കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ 220-ലധികം SC/ST MLA-മാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ നാളിതുവരെ ഒരു MLA പോലും കേരളത്തിൻ്റെ നിയമസഭാ മന്ദിരത്തിൽ അയ്യങ്കാളിക്ക്, മഹാത്മാ അയ്യങ്കാളിക്ക് ഒരു യൂണിവേഴ്സിറ്റി വേണമെന്ന് ആവശ്യം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. നിരവധി സാമൂഹിക സാംസ്കാരിക നേതാക്കളോട് ഞാൻ ഈ വിഷയം സംസാരിച്ചപ്പോൾ എല്ലാവരും ഒരു വലിയ പിന്തുണയാണ് തന്നിട്ടുള്ളത്. അത് ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു സമരമാണ്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ജില്ലയിലും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇത് കൂടുതൽ ആളുകളിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കരുതിയാൽ നടക്കില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് സെപ്റ്റംബർ മാസം 18-ാം തീയതി ലോക സാക്ഷരതാ ദിനത്തിലാണ് ഞാൻ ഈ പരിപാടി കാസർഗോഡ് നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും, എനിക്ക് കൂടുതൽ ആളുകളെ കാണാൻ കഴിഞ്ഞില്ല എന്ന് വരും, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുമൊക്കെ കൊണ്ട് യാത്രകളൊക്കെ ഇങ്ങനെ ചുരുക്കി പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായി നിങ്ങൾ എന്നെ സഹായിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ യാത്ര ഓരോ പോയിന്റിലും എത്തുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അറിയിക്കും. അതനുസരിച്ച് നിങ്ങളുടെ വീട്ടിലെ ഒപ്പെങ്കിലും ഒരു പേപ്പറിൽ 5-10 അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒപ്പെങ്കിലും ഈ നമ്മൾ വരുന്ന പോയിന്റിൽ എത്തിച്ചു തന്നാൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ മഹാത്മാ അയ്യങ്കാളിയുടെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളൊരു ചെറിയ ഒരു സമരവുമായി പോവുകയാണ്. ഇനിയുള്ള എല്ലാ ആളുകളും, യുവജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഈ സമരം ഏറ്റെടുക്കുമെന്ന ഒരു അർപ്പണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. എത്ര പേരെൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കില്ല. എങ്കിലും ശരി, ഒറ്റയ്ക്കായാലും ശരി, ഈ സമരവുമായി ഞാൻ മുന്നോട്ട് തന്നെയുണ്ട്. അതായത് സാധാരണ ഇവിടെ നമ്മളുടെ അറിവിൽ നിരവധി ദളിത് സംഘടനകളുണ്ട്. PKS പോലെയുള്ള രാഷ്ട്രീയ സംഘടനകളുണ്ട്. ദളിത് വിഭാഗത്തിൻ്റെ ദളിത് കോൺഗ്രസ് ഉണ്ട്. ഇവരാരും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ച് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇങ്ങനൊരു ആശയം തോന്നിയത്? ഏറെ കാലമായി ഞാൻ മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ചും ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറെക്കുറിച്ചും അവർ ഉദ്ദേശിച്ച കാര്യങ്ങളെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ഒരു ചിന്ത വന്നത്. എന്തോരെ പഠിച്ചിട്ടുണ്ട്? വിദ്യാഭ്യാസം എന്തോരെ നേടി? ഞാൻ പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹം താങ്കളുടെ മനസ്സിലുദിച്ചു. എനിക്ക് കഴിയാത്തത് എല്ലാവർക്കും കഴിയണം. എനിക്ക് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്നെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയാഞ്ഞത്. ഏകദേശം 14-15 വയസ്സ് മുതൽ കച്ചവട ഫീൽഡിലായിരുന്നു. എന്തൊക്കെ കച്ചവടം ചെയ്തിട്ടുണ്ട്? ഞാൻ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സ്വർണ്ണക്കച്ചവടം ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ കച്ചവടങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. തെരുവോര കച്ചവടക്കാരനായിട്ട് തുടങ്ങിയതല്ലേ? എല്ലാ കച്ചവടവും ഈ തെരുവോരത്തു കൂടി കച്ചവടം ചെയ്യുമ്പോഴും ഒക്കെ എന്നെ മാതൃകയെന്ന് പറയുന്ന എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന് ഭ്രാന്തുണ്ടാകുന്നത് വിശക്കുമ്പോഴാണെന്ന്. അത് പലപ്പോഴും വിശപ്പ് എനിക്ക് അനുഭവിച്ചിട്ടുള്ളപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ വഴിയിൽ കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടൊക്കെ ഒരു 10-30 വർഷമായി കാരുണ്യ പ്രവർത്തന രംഗത്തും സജീവമാണ്. ഒരുപാട് ആളുകളെ സഹായിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. നിർദ്ധനരായിട്ടുള്ള ഒരുപാട് പേർക്ക് സഹായമായിട്ട് പോയി. അതെ. ഒരുപാട് പേരെ കഴിഞ്ഞ കോവിഡിന് മുമ്പ് തെരുവിൽ കിടക്കുന്ന 25ഓളം ആളുകളെ പാർപ്പിക്കുന്ന ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങി. അത് നമുക്ക് തുടർന്ന് നമ്മുടെ കച്ചവടം അവതാളത്തിലായതുകൊണ്ട് തുടർന്ന് നമുക്കങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഈ ഒരു സാമൂഹ്യ സേവന രംഗത്ത് നിൽക്കുമ്പോഴും ബിസിനസ്സിൽ പാളിച്ചകളുണ്ടായല്ലേ? തീർച്ചയായും. കഴിഞ്ഞ കോവിഡ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അതിനു മുമ്പ് പറയുകയാണെങ്കിൽ നോട്ട് നിരോധനത്തിന് ശേഷം, എനിക്ക് അതിനു മുമ്പ് ഒരു വലിയൊരു ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടായിരുന്നു. 10-20ഓളം ആളുകൾ പണി ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടായിരുന്നു. നോട്ട് നിരോധനത്തിൻ്റെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ് ഞാൻ. ഈ സംഭവിച്ചത്, പഞ്ചായത്തിൻ്റെ വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. ആ കാലയളവിൽ എല്ലാവർക്കും ഈ പാലുകാച്ച് നടത്തി, പൊരേക്കൂടൽ നടത്തിയതിന് ശേഷമാണ് നമുക്ക് പണം തരാറുള്ളത്. ആ സമയത്ത് പണം കിട്ടിയില്ല. ഏതാണ്ട് വലിയൊരു എമൗണ്ട് ഇപ്പോഴും എനിക്ക് കിട്ടാൻ കിടക്കുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചതുമില്ല. പിന്നെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയ സമയത്ത് എൻ്റെ കച്ചവടമൊക്കെ വളരെ പൊതുപ്രവർത്തനത്തിൽ കൂടുതൽ സജീവമായ സമയത്ത് കച്ചവടത്തിലൂടെ എനിക്കൊരു 27 ലക്ഷം രൂപയുടെ ബാധ്യതയൊക്കെ ഉണ്ടായി. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ 4-5 വർഷമായിട്ട് പൊതുപ്രവർത്തനം ഒന്ന് നിർത്തിവെച്ച് അതിൽ ശ്രദ്ധ കൊടുത്ത് ഏകദേശം
ആ ബാധ്യതയൊക്കെ ഒഴിവായി വരികയാണ്. ഇപ്പം വലിയ ബാധ്യതയില്ല, എന്നാൽ ബാധ്യതയില്ല എന്നും പറയാൻ പറ്റത്തില്ല. വീട് ജപ്തി നടപടിയിലായിരുന്നു. അത് നമ്മുടെ ചില സുഹൃത്തുക്കളായിട്ടുള്ള മന്ത്രിമാരൊക്കെ ഇടപെട്ട് നമുക്ക് അല്പ സാവകാശം വാങ്ങിച്ചെന്ന് അതൊക്കെ ഇപ്പം വീട്ടിയിട്ടുണ്ട്. കടങ്ങളൊക്കെ വീട്ടിൽ ഒതുക്കി വരുന്നു. അതെ, വീണ്ടും ഈ ഒരു പൊതു രംഗത്തേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല കേരളം മുഴുവൻ യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും ഈ കച്ചവടം അവതാളത്തിലാവും എന്നുള്ളൊരു പേടിയുണ്ടോ? കച്ചവടത്തിൻ്റെ അല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ 14 വയസ്സിൽ കച്ചവട രംഗത്ത് വരുമ്പോൾ തന്നെ ഈ പൊതുപ്രവർത്തനം എനിക്ക് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ഇനി ഒരുപക്ഷേ അത് എൻ്റെ ചലനമറ്റ ശരീരത്തിന് മാത്രമേ പൊതുപ്രവർത്തനത്തെ നിലച്ചു നിർത്താൻ കഴിയത്തുള്ളൂ. ഇതിനകത്ത് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഈ ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ബിസിനസ് ഇങ്ങനെ തകർന്നു പോയത്. അതെ, പലരെയും എൻ്റെ ബിസിനസ്സുകളൊക്കെ പലരെയും ഏൽപ്പിച്ചു. ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല, കുറ്റക്കാരൻ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പോൾ അയ്യങ്കാളി യൂണിവേഴ്സിറ്റി നടപ്പിലാക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് തന്നെ വെക്കുകയാണ്. തീർച്ചയായും. ഇത് ഏതെങ്കിലും മന്ത്രിമാരുടെ മുന്നിലോ, നിങ്ങൾ ധാരാളം സുഹൃത്തുക്കളുണ്ടാവല്ലോ, പൊതുരംഗത്ത് നിന്നതുകൊണ്ട് ധാരാളം സുഹൃത്തുക്കളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഭരണ വിഭാഗത്തിൻ്റെ നമ്മളെ നയിക്കുന്ന ആളുകളുടെ ജനപ്രതിനിധികളായിട്ട് ആൾക്കാരോടൊക്കെ ഇത് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ ഈ വിഷയം ഇതുവരെയും ആരോടും സംസാരിച്ചിട്ടില്ല. കാരണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. നമുക്കെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം. ഉദാഹരണത്തിന് ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ ആയുധങ്ങൾ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. സ്വയരക്ഷയ്ക്ക് വേണ്ടി ലൈസൻസ് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും അതിനാവശ്യമുള്ളവർക്ക് ഈ ലൈസൻസ് കിട്ടുന്നില്ല. കാരണം ഇപ്പം എനിക്കൊരു ആയുധം ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ, തോക്കിൻ്റെ ലൈസൻസ് വേണമെങ്കിൽ ഞാനൊരു പീരങ്കിക്കുള്ള ലൈസൻസ് ആവശ്യപ്പെട്ടാൽ മാത്രമേ എനിക്ക് തോക്കിൻ്റെ ലൈസൻസ് എങ്കിലും കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ വീടുകളിലൊരു കിണർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളൊരു കുളം വേണമെന്ന് അപേക്ഷിക്കണം പഞ്ചായത്തിൽ, എങ്കിൽ മാത്രമേ ഒരു പഞ്ചായത്തിൽ കുളം ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് കിണറെങ്കിലും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ഒരു ഗവൺമെൻറ്റിനും, പ്രതിപക്ഷത്തിനായാലും ഭരണപക്ഷത്തിനായാലും, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഒരുപക്ഷെ ആരും ഇതുവരെ ഈ ഒരു ആവശ്യം ഉന്നയിക്കാത്തത് കൊണ്ടായിരിക്കാം ഗവൺമെൻറ് ഇതിന് വഴി പ്രാധാന്യം കൊടുക്കാതിരുന്നത്. പക്ഷേ ഈ ഒരു സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇത് ഒരേപോലെ തന്നെ അംഗീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അയ്യങ്കാളിക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങുമ്പോൾ താങ്കളുടെ മതവിഭാഗത്തിലുള്ള ആർക്കെങ്കിലും എതിർപ്പ് വരേണ്ട സാധ്യതയുണ്ടോ? അങ്ങനെ ആർക്കും ഒരു എതിർപ്പ് വരാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ മതത്തിലുള്ള നേതാക്കൾ, എനിക്ക് സൗഹൃദമുള്ള ഒരുപാട് ആളുകൾ, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് തെറ്റാണെങ്കിൽ എന്നെ വിളിച്ച് ഉടനെ തന്നെ പറയാം. അത് എൻ്റെ മതത്തിൽ തന്നെയുള്ള ആളുകളല്ല. ഞാൻ എന്തൊരു പ്രവർത്തനത്തിൽ ഇറങ്ങിയാലും ഒരു 10-15 ആളുകളോട് ഈ ഇറങ്ങുന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അവരോട് ഞാൻ ചോദിക്കാറുണ്ട്. അവർ അതിന് നല്ല പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള മറുപടി തരും. അതിൽ നിന്നും എനിക്ക് പോസിറ്റീവായിട്ടുള്ളത് തിരഞ്ഞെടുത്താണ് ഞാൻ ചെയ്യാറുള്ളത്. ഉദാഹരണത്തിന് എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുന്നു. മറ്റൊരാളുടെ അഭിപ്രായത്തിന് നിൽക്കാറില്ല. അപ്പോൾ ഈ കടയെക്കുറിച്ച് വരാം. പച്ചക്കറി കടയുടെ അവിടെ താഴെ ഇട്ട് പൂട്ടാത്തൊരു കാഴ്ച കണ്ടു. എന്താണ് ശരിക്കും അത്? അപ്പം മുട്ട ഇരിക്കുന്ന ഇതൊന്നും അടയ്ക്കുന്നില്ല, ആൾക്കാർ പറഞ്ഞുകൊണ്ട് പോകില്ലേ? ഇതെന്തായാലും ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നവർ കോടികളുടെ സമ്പാദ്യമൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ വന്ന് ചിലപ്പോൾ 10 കിലോ സവാള എടുത്തുകൊണ്ട് പോയാൽ അവന് ഭക്ഷിക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇതിലിരിക്കുന്നത് കൊണ്ടുകൊടുത്ത് പണം മേടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. സ്വന്തമായി ഭക്ഷിക്കാനുള്ള സാധനങ്ങളല്ലേ, അത് മാത്രമേ പറ്റത്തുള്ളൂ. അത്രയേ ഉള്ളൂ. ഒരുപാട് പട്ടിണി കിടന്നവരെ സഹായിച്ചിട്ട്. ഇനിയിപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഞാൻ 4 ചുറ്റും ഷട്ടറൊക്കെ ഇട്ട് പൂട്ടിയാൽ ഒരാൾ എടുത്തുകൊണ്ട് പോകില്ല എന്ന് ഉറപ്പുണ്ട്. അങ്ങനെയുണ്ട്. വളരെ തുറന്നു കിടക്കാണ്. ഇതിന് ചുറ്റും ഗ്രില്ലുകളോ ഒന്നുമില്ല. ഈ കടയ്ക്ക് ഗ്രില്ലിട്ടിട്ടില്ല, വേറെ അടപ്പുകളൊന്നുമില്ല. സാധനങ്ങൾ മൊത്തം വെളിയിൽ വാരി വെച്ചിരിക്കുന്നു. മുട്ട വെച്ചിരിക്കുന്ന കൂട്ടിലൊരു ഇതുണ്ട്, കൊളുത്തുണ്ടെങ്കിൽ പോലും അതിന് പേടിയൊന്നുമില്ലേ?
കാരണം ഇത്രയും കഷ്ടപ്പെട്ട് നിന്ന ആളാണ്, എല്ലാം നഷ്ടപ്പെട്ട് പെട്ടെന്ന് തിരിച്ചു വരിക. ഇതൊന്നും എനിക്ക് കുടുംബോപരിയായിട്ട് കിട്ടിയതല്ല, എൻ്റെ സ്വന്തം അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയതാണ്. ഇത് വലിയ സാമ്രാജ്യമാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തുണ്ടെങ്കിലും ഒരു കടുകുമണി ആയാലും എൻ്റെ സ്വന്തം അധ്വാനത്തിലൂടെ സമ്പാദിച്ചിട്ടുള്ളതാണ്. അത് നഷ്ടപ്പെട്ടാൽ എന്നോട് ആരും ചോദിക്കത്തില്ലല്ലോ, ഞാൻ മാത്രം സമാധാനം പറഞ്ഞാൽ പോരെ. എത്രത്തോളം ആളുകളെ സഹായിച്ചിട്ടുണ്ട്? ഈ കണക്കെഴുതി വെക്കാം. കണക്കൊന്നും എഴുതി വെച്ചിട്ടില്ല. ഏതാണ്ട് 20 ആളുകളെ കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വഴിതെറ്റി കൊല്ലത്തിൻ്റെ നഗരങ്ങളിലെത്തിയ 20ലധികം ആളുകളെ അവരുടെ സ്വന്തം വീടുകളിൽ സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ സൗഹൃദം വിനിയോഗിച്ച് കണ്ടെത്തി അവരുടെ സ്വന്തം വീടുകളിൽ 20ലധികം ആളുകളെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ചാരിറ്റി എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ തീർച്ചയായും ഈ ചാരിറ്റിയുടെ മുറയിൽ ഒരുപാട് തട്ടിപ്പുകളുണ്ടല്ലോ. ചാരിറ്റി എനിക്ക് ഇതൊരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഒരു തൊഴിലുമില്ലാത്ത ഒരാളും ചാരിറ്റിയിൽ ഇറങ്ങരുത്. അഥവാ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, എന്തോ വലിയൊരു ഉഡായിപ്പ് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന്. സ്വന്തമായി ഒരു തൊഴിലുള്ളവന് 10 രൂപ, എനിക്ക് ഒരാൾക്ക് 100 രൂപയുടെ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ 10 രൂപ എൻ്റെ കയ്യിൽ നിന്നും എടുത്തിട്ട് 90 രൂപ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തേടാം. ഇത് 100 രൂപയുടെ ആവശ്യത്തിന് വേണ്ടി 5000 രൂപ സമാഹരിച്ചിട്ട് 100 രൂപ വാങ്ങിച്ചു കൊടുക്കുന്ന എല്ലാ ചാരിറ്റിക്കാരെയുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളൊരു അത് ചാരിറ്റി എന്ന് പറയുന്നത് ഒരു സ്വയം തൊഴിൽ സംരംഭം, തിരിച്ചടവില്ലാത്ത ഒരു സ്വയം തൊഴിൽ സംരംഭമായി മാറിയിരിക്കുന്നു. ഒരുപാട് തട്ടിപ്പുകളും ഉടായ്പകളും പിരിവുകളും സോഷ്യൽ മീഡിയ വഴി പ്രചാരണം നടത്തി ഒന്നുമല്ലാതിരുന്ന പലരും ഇന്ന് കോടീശ്വരന്മാരായി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഐഡിയ തോന്നാതിരുന്നത്? നിങ്ങൾക്ക് പറ്റുമായിരുന്നില്ല, കാരണം നിങ്ങൾക്ക് ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ആരാധകരുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഫണ്ട് തരാൻ ആളുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ അത്തരത്തിലൊരു നന്മ മരം രീതിയിലേക്ക് നിങ്ങൾ വളർന്നു വന്നില്ല. എന്താ നമ്മൾ പിന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് സുഹൃത്തുക്കളോട് ഇന്നും പേഴ്സണലി ചെന്നിട്ട് ഒരു സഹായം വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ 100 കണക്കിന് സൗഹൃദ വലയങ്ങളുണ്ട്. ഒരു നന്മമരം ആകാഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാനൊരു നന്മമരമായാൽ ആരെങ്കിലും കൊണ്ടുവന്ന് അതിൻ്റെ മൂട്ടിൽ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചാൽ ഉണങ്ങിപ്പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ നന്മമരങ്ങൾക്കെല്ലാം ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴായാലും പണി കിട്ടും. തീർച്ചയായും തട്ടിപ്പ് നടക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ 100% ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ ചിലർ രസീത് നോട്ടീസൊക്കെ ആയിട്ട് വീടുകളിൽ വരുന്നുണ്ട്, ഇന്ന ഇതിന് വേണ്ടിയിട്ട് ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്, സഹായിക്കണം. അതേപോലെ തന്നെ റോഡ് സൈഡുകളിൽ മൈക്കുകൾ വെച്ച് കെട്ടി പാട്ട്, പിരിവ്, ഇതൊന്നും കൃത്യമായ കരങ്ങളിലേക്ക് എത്തിച്ചേരുന്നുമില്ല. അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ട്. ഈ വീടുകളിൽ പിരിവിന് വരുന്നവർ, എൻ്റെ സഹോദരന്മാരോട് ഞാൻ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ മുന്നിലേക്ക് പിരിവിന് വരുന്ന നിങ്ങൾക്കറിയാത്ത ഒരാൾ പിരിവിന് വരികയാണെങ്കിൽ നിങ്ങൾ കൊടുക്കരുത്. രസീതും കൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് പിരിവിന് വരുന്നവർ 50-50 ആണ്. നിങ്ങൾ 100 രൂപ കൊടുത്താൽ 50 രൂപയാണ് ആ സ്ഥാപനത്തിലെത്തുന്നത്. 50 രൂപ ഈ പിരിവിന് വരുന്നവരുടെ കൈകളിലാണ് കിട്ടുന്നത്. അത് ഒരു സ്ഥാപനമല്ല, ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. 100% ഇങ്ങനെ 50% പിരിവിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൽ നിങ്ങൾ പരമാവധി നേരിട്ട് ഭക്ഷണമായാലും മരുന്നായാലും വസ്ത്രമായാലും എത്തിച്ചു കൊടുക്കുക. പിന്നെ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരും. അപ്പം അതിനും സാമ്പത്തികമായി ബിൽഡിംഗ് വാടക, സ്റ്റാഫുകളുടെ ശമ്പളം ഇതൊക്കെ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടായാലും ഭക്ഷണം മരുന്നായിട്ടായാലും നിങ്ങൾ നേരിട്ട് ഒരു ഇടനിലക്കാരനുമില്ലാതെ നിങ്ങൾ നേരിട്ട് നിങ്ങൾക്കറിയാവുന്ന തൊട്ടടുത്ത സ്ഥാപനങ്ങളിൽ നിങ്ങൾ സഹായം ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മൾ പലരും ഈ സഹായങ്ങൾ ചെയ്യാൻ അച്ഛൻ്റെ ആണ്ട് അല്ലെങ്കിൽ അമ്മയുടെ ആണ്ട്, മകൻ്റെ ബർത്ത്ഡേ, ഇന്ന് എങ്ങനെയൊക്കെ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കുന്നത് ഏറ്റവും വലിയ സ്ഥാപനത്തിൽ കൊണ്ടുപോയി സഹായം ചെയ്യുവാനാണ്. പക്ഷേ നിങ്ങൾ വലിയ സ്ഥാപനത്തിൽ വലിയ ആളുകൾ ഒരുപാട് സഹായം ചെയ്യുവാനുണ്ട്. അതുപോലെ ചെറിയ നിങ്ങളുടെ പരിസരത്തുള്ള ചെറിയ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ ഒരു സഹായം എത്തിയാൽ അത് അവർക്ക് വലിയ അനുഗ്രഹമാകും. ഇത്രയൊക്കെ നമ്മുടെ നാട് മാറി എന്ന് അവകാശപ്പെടുമ്പോഴും ഇപ്പോഴും തെരുവുകളിൽ ആയിരക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്നില്ലേ? അത് കാണാറുണ്ടോ? കാരണം നിങ്ങൾ കേരളത്തിലുടനീളം യാത്ര ചെയ്യുന്ന, തമിഴ്നാട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. 100% ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ആദ്യം നമ്മുടെ സാമൂഹിക ക്ഷേമ വകുപ്പിന് കൃത്യമായ പണി കൊടുക്കണം. അത് നാട്ടുകാരല്ല, ഗവൺമെൻറ്. ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, എവിടെയെങ്കിലും തെരുവിൽ കിടക്കുന്ന ഒരാൾ തെരുവിൽ കിടക്കുന്നു എന്ന് സാമൂഹിക ക്ഷേമ വകുപ്പിൽ അറിയിച്ചാൽ അവരാദ്യം പറയുന്നത് അവരെ എടുത്തു കൊണ്ടുവരാൻ.
ഈ സാമൂഹ്യക്ഷേമ വകുപ്പിന് എന്താ ജോലി? ഇവർ യഥാർത്ഥത്തിൽ ഈ അർഹതപ്പെട്ട സ്ഥലത്ത് എത്തിക്കേണ്ടത് ഇവരല്ലേ? നമ്മുടെ ശമ്പളം, നമ്മുടെ നികുതിപ്പണം കൊണ്ട് ഇവർ ഒരുപാട് ശമ്പളങ്ങൾ വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഇവരെന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ ഒരു തെളിവാണ് തെരുവോരങ്ങളിൽ ഇപ്പോഴും യാചകരുടെ, ഭിക്ഷാടകരുടെ 100%. അതുപോലെ തന്നെ ആരെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോം നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ, ഒരു വ്യക്തിയോ സംഘടനയോ തയ്യാറായി മുന്നോട്ട് വന്നാൽ, സാമൂഹ്യക്ഷേമ വകുപ്പ്, നീതി വകുപ്പ് ആദ്യം വെക്കുന്ന ഡിമാൻഡുകളിൽ ഒന്ന് ഒരാൾക്ക് കിടക്കാൻ 80 സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണമെന്ന്. എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് ഇന്നലെ വരെ തെരുവിൽ കടന്നത്? അതിനൊരു വിഷയമില്ല. കൊതുക് കടിച്ചത് അതിനൊരു വിഷയമില്ല. ഇവരെ ശരീരത്ത് പെടുത്തിട്ട് പോലും ഉണ്ടാകും. അന്നൊന്നും ഈ സാമൂഹ്യക്ഷേമ വകുപ്പിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ സാമൂഹ്യക്ഷേമ വകുപ്പ് ആരെങ്കിലും ഏറ്റെടുത്ത് കൊണ്ടുപോയി ഒരു സ്ഥാപനത്തിൽ വാടക കെട്ടിടത്തിൽ കടത്തുമ്പോൾ ഉടനെ ഓടി വന്നിട്ട് പറയുന്നത് 80 സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണം ഒരാൾക്ക് കിടക്കാനെന്ന്. ഈ സാമൂഹ്യക്ഷേമ വകുപ്പ് പറയുന്ന ആളുകളോട്, ഉദ്യോഗസ്ഥരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭാര്യയും നിങ്ങളും മക്കളും, അല്ലെ 1-2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തെ ഒരു റൂം കിടക്കുന്നതെന്ന് പറയുന്നത് ഏകദേശം 100 സ്ക്വയർ ഫീറ്റ് റൂമിലാണ് 3 പേര് ഈ ഉദ്യോഗസ്ഥർ കിടക്കുന്നത്. പറയുന്നവർ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവണം. നിങ്ങൾ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഒരു 100 സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് ഈ ആളുകൾ കിടക്കുന്നത്. നമ്മൾ റെയിൽവേ യാത്ര ചെയ്യുന്നു. റെയിൽവേ യാത്ര ചെയ്യുമ്പം ഒരു ബോഗി എത്ര സ്ക്വയർ ഫീറ്റ് വരും? ഒരു കൂടി വന്നാൽ എനിക്ക് തോന്നുന്നു ഒരു 200 സ്ക്വയർ ഫീറ്റിനടുത്തേ വരുത്തുള്ളൂ. അതിനകത്ത് ഒരു 400 പേരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ട്. അതൊരു കുഴപ്പമില്ല. ഈ വഴിയിൽ കിടക്കുന്ന ആരെങ്കിലും എടുത്ത് സംരക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ അവരുടെ പേരിൽ ഭയങ്കര പ്രശ്നങ്ങൾ. ബാത്റൂം, അത് വീൽ ചെയർ കയറിപ്പോകുന്ന ബാത്റൂം വേണം, എന്തെല്ലാം നിയമങ്ങൾ എന്ന് വെച്ചാൽ വെറുപ്പിക്കുകയാണ്. ഈ പൊതുപ്രവർത്തകരെ വെറുപ്പിക്കുകയാണ്. അത് നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒരു അപേക്ഷ കൂടിയാണ്. അതിൽ നിങ്ങൾ വെറുപ്പിക്കാതെ, അല്ലെങ്കിൽ ഈ ചാരിറ്റി സംഘടന ട്രസ്റ്റുകൾക്ക് ഓൾഡ് ഏജ് ഹോം നടത്താനുള്ള അനുമതി കൊടുക്കാതെ ഗവൺമെൻറ് തന്നെ ഈ ആളുകളെ നേരിട്ട് നടത്തണം. ഈ ആരെങ്കിലും ഏറ്റെടുത്ത് നടത്തുമ്പോൾ അവരെ ദ്രോഹിക്കുന്ന ഒരുപാട് നിയമ കുരുക്കുകൾ സാമൂഹ്യക്ഷേമ വകുപ്പ് ചെയ്യുന്നുണ്ട്. മുഴുവൻ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെയും ലൈസൻസ് കട്ട് ചെയ്തിട്ട് നിങ്ങൾ നേരിട്ട് നടത്തണം. നമ്മുടെ ചില ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഒക്കെ നേരിട്ട് നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾ നേരിട്ട് ഈ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്ന, വൃദ്ധസദനങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ അധീനതയിൽ മാത്രമുള്ള ഒരു സ്ഥാപനമായി മാറും. അടൂരൊരു വൃദ്ധസദനത്തിൽ അവിടുത്തെ രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം മാത്രം കൊടുത്തിട്ടിരിക്കുന്ന ഒരു വാർത്ത വന്നിരുന്നു. അത് കാര്യം അന്വേഷിച്ചപ്പോൾ അവർ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഇത് അവർക്ക് ബുദ്ധിമുട്ടാണ്. കൂടുതൽ ഭക്ഷണം കൊടുത്താൽ കിടപ്പ് രോഗികൾ കൂടുതൽ മലം പുറത്തേക്ക് വിടും. അതുകൊണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ലെന്ന് അതിൻ്റെ ഉടമസ്ഥ പറഞ്ഞായിട്ട് കിട്ടും. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ശരിക്കും അടച്ചുപൂട്ടിയല്ലേ? അതിനകത്ത് ഞാനൊരു കാര്യം കൂടി പറയാം. ഞാൻ നടത്തിയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഈ നമ്മുടെയൊക്കെ എൻ്റെ ധാരണ, ഈ ഓൾഡ് ഏജ് ഹോം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ധാരണ മക്കൾ മാതാപിതാക്കളെ വഴിയിൽ ഉപേക്ഷിക്കുകയാണെന്നാണ്. പക്ഷേ 90% അങ്ങനെയല്ല. മക്കളോട് എതിർത്ത് അവർ പറയുന്നത് കേൾക്കാതെ, അല്ലെങ്കിൽ അവർ പറയുന്നതിനൊരു പ്രാധാന്യം കൊടുക്കാതെ, എന്തെങ്കിലും ഒരു കുടുംബത്തിനുള്ളിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ അവർ പറയുന്നത് കേൾക്കാതെ ആ വീടുകൾ വിട്ടിറങ്ങുന്ന ഒരുപാട് ആളുകൾ ഈ തെരുവിൽ അലയുന്നുണ്ട്. ഇനി നമ്മൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും ഒരാൾ വന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ പറയും ഇവിടെ ഒരു സാധനവും തന്നില്ല എന്ന് പറയുന്ന ഒരുപാട് അമ്മമാരെ എനിക്കറിയാം. കാരണം ഒരുപക്ഷെ അവരും അറിഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറിയാതായിരിക്കാം. ഈ ഓർമ്മ പക്ഷേ പലർക്കും ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. ഒരു ഓൾഡ് ഏജ് ഹോമിലും ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടെന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കില്ല. കാരണം നമ്മൾ ഇനി വെച്ചില്ലെങ്കിൽ പോലും ഇന്ന് എനിക്കറിയാം, ഞാൻ ഓൾഡ് ഏജ് ഹോം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഭക്ഷണമില്ലെങ്കിൽ ചവറയിലെ പല ഹോട്ടലുകാരോടും വിളിച്ചു പറയുമ്പോൾ അവർ വിൽക്കേണ്ട ഭക്ഷണം, അതായത് നമ്മുടെ ചവറയിലെ ഒരുപാട് ഹോട്ടലുകാർ അവർ വിൽക്കേണ്ട ഭക്ഷണം, അന്ന് വിളമ്പേണ്ട ഭക്ഷണം എടുത്ത് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുതന്ന ഒരുപാട് ദിവസങ്ങൾ നമ്മളോടൊപ്പം ഒരു ആരിഫാത്ത ചവറയിലെ, അതുപോലെ ഒരു സ്നേഹക്കുട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ കൊറ്റംകുളങ്ങര അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് കച്ചവടം ചെയ്യുന്ന അനിത ചേച്ചി, ഇവരൊക്കെ നമുക്ക് അവർ വിൽക്കേണ്ട ഭക്ഷണം, അവരെ കടയിലേക്ക് പാചകം ചെയ്ത ഭക്ഷണം ആ സ്പോട്ടിൽ നമുക്ക് എത്തിച്ച്, അങ്ങനെയുള്ളൊരു ഭക്ഷണത്തിനൊന്നും ഒരു വസ്ത്രത്തിന് ഒന്നും ഒരു കുറവും വരത്തില്ല. പിന്നെ ആ സ്ഥാപനത്തിൽ വരുന്ന കുറവ് എന്ന് പറയുന്നത് ഈ കറണ്ട് ബില്ലിൻ്റെ ഒരു പ്രശ്നം വരും, പലപ്പോഴും ഫീസ് ഊരിക്കൊണ്ടു പോകും, അത് ഒരു പ്രശ്നമാണ്. പിന്നെ നിൽക്കുന്ന സ്റ്റാഫിന്
അവർക്ക് നമ്മൾ മുഴുവൻ ശമ്പളമല്ല കൊടുക്കുന്നതെങ്കിൽ പോലും അത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ബിൽഡിങ്ങിന് വാടക, പിന്നെ അങ്ങനെയുള്ള പ്രാഥമിക പ്രശ്നങ്ങൾ വരുന്നത്. അല്ലാതെ ഭക്ഷണത്തിന് ആരെങ്കിലും കുറവുണ്ടെന്ന് ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടാൻ വേണ്ടി ഈ നെഗറ്റീവ് പറഞ്ഞെങ്കിൽ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഇപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾ നല്ലത് പറഞ്ഞാൽ ആരും അത് പോസിറ്റീവായിട്ട് എടുക്കത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു കള്ളനാണ്, പെരുങ്കള്ളനാണ് എന്ന് ഒരു തലക്കെട്ടോടുകൂടി ഒരു വാർത്ത കൊടുത്താൽ ഇത് ആളുകൾ അങ്ങ് കണ്ടോളും. ഈ വാർത്തകൾ നമ്മൾ നെഗറ്റീവുള്ള വാർത്ത, ഒരു പത്രം എടുത്താൽ ബലാത്സംഗം ഉണ്ടോ എന്ന് ആദ്യം നോക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇതുപോലെ നെഗറ്റീവുള്ള വാർത്തയാണ് കാണാൻ ആളുകൾ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ 4 ലൈക്ക് കിട്ടാൻ വേണ്ടി ആരും എന്തും പറയും. ഈ ഏതെങ്കിലും ഉന്നയിക്കുന്നതിനോട് തെളിവുകൾ ഇല്ലല്ലോ. ഇവിടെ നിർധനരായിട്ടുള്ള ക്യാൻസർ പേഷ്യൻസിന് പച്ചക്കറികൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? അത് എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട്? സ്ഥാപനം തുടങ്ങിയ നാൾ മുതൽ? നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയ നാൾ മുതൽ തന്നെ നിർധനരായ ക്യാൻസർ രോഗികൾക്കും നമ്മൾ പച്ചക്കറി കിറ്റ് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ ആൾക്കാർ ഇവിടെ വന്ന് പറയും? നമ്മളോട് രേഖകളൊന്നും വേണ്ട, നമ്മളോട് പറഞ്ഞാൽ മതി, നമ്മൾ കൊടുക്കും. ഇതിന് രേഖയൊക്കെ പലരും ചോദിക്കുന്ന കാണാം, സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണോ? അങ്ങനൊന്നും കൊണ്ടുവരേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഉറപ്പുള്ളവർ ചെയ്യുമല്ലേ? ഇതിൽ കളവൊന്നുമില്ലല്ലോ എന്ന്. ഒരാൾ ഇനി രോഗിയായാലും അല്ലെങ്കിലും ഭക്ഷിക്കാൻ വേണ്ടിയില്ലേ, എൻ്റെ വിശപ്പടക്കുന്നത് പോലല്ലേ മറ്റൊരാളുടെ വിശപ്പ്, അത്രയേ ഉള്ളതിൽ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇതിന് തുനിഞ്ഞിറങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം മഹാത്മാ അയ്യങ്കാളി യൂണിവേഴ്സിറ്റി കേരളത്തിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യത്തെ സമരമാണ്. അതെ, അത് ഒറ്റയാൾ സമരം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് എത്തി ഈ ആവശ്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഇനി വരുന്ന ഗവൺമെൻറ്റുകളെങ്കിലും, മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ നാളിതുവരെയും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇനിയെങ്കിലും ഒരു ഗവൺമെൻറ്റിന് പുനർചിന്തനം ഉണ്ടായി ഇത്തരത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക മേഖലയിൽ ഏറ്റവും നല്ല ഒരു പരിഷ്കർത്താവായി നിലകൊള്ളുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനുള്ള ഒരു തുടക്കക്കാരനെന്നുള്ള രീതിയിൽ, ഇതിനെ പറഞ്ഞ ഒരാളെന്നുള്ള രീതിയിൽ നാളുകളിൽ ലോകം അറിയപ്പെടട്ടെ. തീർച്ചയായും. എല്ലാവർക്കും നന്ദി.